ശ്രീ പി എം നിയാസ്, ഇതാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾ ഇവിടെ മതഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്നതിൻ്റെ വളരെ കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് കേരളത്തിലെ പ്രീണന രാഷ്ട്രീയം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിലമ്പൂർ സൂചിപ്പിച്ചു, പാലക്കാട് സൂചിപ്പിച്ചു. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന 2047 ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകണം, മതരാഷ്ട്രമാകണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന, ആ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള SDPI പോലുള്ള സംഘടനകൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീണന രാഷ്ട്രീയത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? നോക്കൂ നീലിമ, ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാനിത് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ താങ്കൾ സമ്മതിക്കാതെ അത് എന്നെ സംസാരം നിർത്തി താങ്കൾ പോയതാണ് എന്നെ പ്രകോപിതനാക്കിയത്. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീലിമ, അത് നമ്മുടെ തമ്മിൽ ചർച്ച ചെയ്യുന്ന അവസാനത്തെ ചർച്ചയാണ്. എനിക്ക് തർക്കമില്ല, ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല. ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറയാം. ഇവിടെ താങ്കൾ പറഞ്ഞത് കേരളത്തിൽ PFA വളരുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന സർക്കാരുകൾക്കും കേരളത്തിലുള്ള മറ്റ് പ്രബല കക്ഷികൾക്കുമാണ് എന്ന ധ്വനിയിലാണ് താങ്കൾ സംസാരിച്ചത്. ഞാനത് പറഞ്ഞത്, അത് താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം നമ്മൾ പരിശോധിക്കുന്നതിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വർഗീയ സംഘർഷങ്ങളും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള പ്രീണനങ്ങളും അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, അങ്ങ് ഇപ്പോൾ ശ്രീപത്മനാഭൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടു കൂടി ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അവർക്കുണ്ടായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇത്രയും ദൂരം 100-200 കിലോമീറ്റർ ഉള്ളിലേക്ക് തീവ്രവാദികൾ കടന്നു വന്ന് ഇത്തരത്തിൽ അക്രമങ്ങൾ പ്ലാൻ ചെയ്തത് മിലിറ്ററി ഇൻ്റലിജൻസും ആഭ്യന്തര ഇൻ്റലിജൻസും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. മാത്രമല്ല 200 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലത്തു നിന്നും അക്രമം നടത്തിയ ആളുകളെ ഒരാളെ പോലും പിടിക്കാൻ കഴിയാതെ പോയത് അങ്ങയോടുള്ള സകല ബഹുമാനവും മുൻനിർത്തി തന്നെ പറയാണ്. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മുംബൈ ഭീകരാക്രമണ സമയത്ത് തഹാവൂർ ഹുസൈൻ റാണ മുംബൈയിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയായിരുന്നു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തഹാവൂർ റാണയും ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലിയുമൊക്കെ എന്താണ് എന്നുള്ളത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അറിയാത്തതല്ല. തഹാവൂർ റാണ അവിടെ ഒരു സ്ഥാപനം നടത്തിയിരുന്നു, ഇമിഗ്രേഷൻ സ്ഥാപനമാണ് നടത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റലിജൻസ് വീഴ്ച അന്നുണ്ടായോ? അതോ ഇങ്ങനെ ആക്രമണം നടക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്ത്? ഞാനൊരു കാര്യം പറയട്ടെ. ബോംബെയിലെ ഭീകരാക്രമണം ഉണ്ടായതുകൊണ്ടാണ് ഏത് സമയത്തും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പിന്നീട് പഴുതടച്ച ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായപ്പോൾ പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചത്. അവിടെ ഇപ്പോഴും നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇന്ന് അമിത്ഷാ മുന്നോട്ട് വെച്ചത് വളരെ കുറച്ച് സമയം മാത്രമല്ലേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നാൽ അമിത്ഷാ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഇടത് വലത് മുന്നണികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ അതിനൊരു മറുപടി പറയൂ. SDPIയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വരും തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ ഇതേ നയം തന്നെയല്ലേ തുടരാൻ സാധ്യത? അത്തരത്തിൽ SDPI വോട്ട് മറിച്ച് നൽകുന്നുണ്ടെങ്കിൽ തിരിച്ചവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു ധാരണ? നോക്കൂ, വർഗീയ കക്ഷികൾ അത് ഹിന്ദു മുന്നണിയാണെങ്കിലും RSS ആണെങ്കിലും അതുപോലെ SDPI ആണെങ്കിലും അതുപോലെ മറ്റ് വർഗീയ വിഘടിത സംഘടനകളാണെങ്കിലും അവരെല്ലാം രാജ്യത്തിന് അപകടം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടുകൾ നിൽക്കുമ്പോൾ RSS നല്ലതാണ്, ഹിന്ദു മുന്നണി നല്ലതാണ്, ബജരംഗദൾ നല്ലതാണ്, പക്ഷേ SDPI മോശമാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, നമ്മൾ അവസാനിപ്പിച്ച ഭാഗത്തു നിന്ന് തിരികെ എത്താം. ഇപ്പോൾ അങ്ങ് പറഞ്ഞു മത തീവ്രവാദമുള്ള എല്ലാ സംഘടനകളെയും അപലപിക്കുന്നു എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതവർഗീയ സ്വഭാവം മാറിയോ? അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ബന്ധവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളെ നിങ്ങൾ എന്ത് കളവാണ് ഈ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ SDPIയുമായി കൈകോർത്തല്ലേ നിലമ്പൂരിൽ ജയിച്ചത്, പാലക്കാട് ജയിച്ചത്?
പാലക്കാട് നിങ്ങൾക്ക് പരസ്യമായ പിന്തുണ SDPI നൽകി, നിലമ്പൂരിലും നൽകി. 9,500 വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് നൽകി എന്ന് SDPIയുടെ ഭാരവാഹി തന്നെയാണ് ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. അപ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, നിങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല, എന്താണ് കഥ ശ്രീനിയാസ്? ഒരു മിനിറ്റ്. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ള ഒരു സംഘടനയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ സ്വമേധയാ ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ രാഷ്ട്രീയപരമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി നല്ല സംഘടനയാണ്. രമേശ് ചെന്നിത്തലയും VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് കോൺഗ്രസിന് ഫീൽ ചെയ്തത്? അന്ന് മുതൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതുവരെ മറുപടി തന്നിട്ടില്ല. അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയോ? മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയോ? ജമാഅത്തെ ഇസ്ലാമി നല്ല പാർട്ടിയാണ് എന്ന് പറയാൻ നിങ്ങളുടെ മുന്നിലുള്ള കാരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആദർശത്തെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല, അത് അവരാണ് പറയേണ്ടത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ യാതൊരു തരത്തിലുള്ള ബന്ധവും ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി മുന്നണി ഉണ്ടാക്കുകയോ രാഷ്ട്രീയ ബന്ധമുണ്ടാക്കുകയോ രാഷ്ട്രീയമായ പിന്തുണ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും ഒരു തരി പുറകെട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ നിങ്ങൾ പോകുന്നത് എന്തിനാണ് സാർ? അല്ല, ജമാഅത്തെ ഇസ്ലാമി അങ്ങ് ഒരു കാര്യം ചെയ്യട്ടെ, അങ്ങ് കോൺഗ്രസിന് ഭാരവാഹിത്വമൊന്നുമില്ലല്ലോ, അങ്ങ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അങ്ങയല്ലല്ലോ. ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ല, ഞങ്ങൾ രാഷ്ട്രീയ ബന്ധമില്ല. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. SDPIയുമായി ഞങ്ങൾ ഒരു കാലത്തും വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. നിങ്ങൾ അത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. തിരിച്ച് ഞാൻ ചോദിച്ചു, സംഘപരിവാർ, RSS, ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായ ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പക്ഷേ മുതലാക്കാൻ UDFന് ഇപ്പോൾ സാധിക്കുന്നില്ല. അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പാഠം. ആ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെയും അതോടൊപ്പം കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങൾക്കുണ്ടാവുന്ന ജനങ്ങളുടെ അനുകൂല നിലപാടിന്റെയും ഗുണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് ലഭിക്കും. അമിത്ഷാജി പറഞ്ഞതുപോലെ 25% വോട്ടെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ടാർഗറ്റ് ഒന്നല്ല. 19-20ഓളം വോട്ട് ഇപ്പോൾ തന്നെയുണ്ട്. അത് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ.